അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ വരെ അൻവർ കൂടി പറഞ്ഞിരുന്നു. ഈൽഡ് ചെയ്യുന്നുണ്ടോ? അൻവർ കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, തലസീമിയ രോഗികൾക്ക് മരുന്നില്ല. സാറേ അത് ഞാനത് ആലുവ എൻ്റെ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾക്ക് കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. അതിന്റെ വസ്തുത എന്താണ്? അത് കൊടുക്കാൻ സാധിക്കും? സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറയാം. ബഹുമാനായ കൊണ്ടോട്ടി അംഗം പറഞ്ഞൊരു വിഷയത്തിൽ സാർ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും. ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ. അവിടെ ഒരു VRDL ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 2 VRDL ലാബുകളാണ് ഉള്ളത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 2 മഞ്ചേരി മെഡിക്കൽ കോളേജിലും. സാർ, എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത്. കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട്, ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും. പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറയാം സാർ. അപ്പോൾ ഇത് ഏത് അമീബയാണ്, നെഗ്ലേറിയ ഫൗളറി ആണോ, അക്കാൻഡ് അമീബയാണോ, മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള PCR ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് 2 ഉണ്ടായിരുന്നുള്ളൂ. അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല. അമീബയാണ് എന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം. അടുത്ത ഘട്ടമാണ് ഏത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ 2 ഉണ്ടായിരുന്നുള്ളൂ സാർ, ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇത് PCR ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. കോഴിക്കോടും ഉടനെ തന്നെ PCR സംവിധാനം ആരംഭിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജ്വരം അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല, എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ്. സാർ, ഞാൻ പറഞ്ഞ പോയിന്റ് 70% മസ്തിഷ്ക മരണങ്ങളും ഇന്ത്യയിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നില്ല. 2023 നിപ്പ ഔട്ട്ബ്രേക്കിന് ശേഷം നമ്മൾ ഇത് പരിശോധിക്കാനായിട്ട് തുടങ്ങി, റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വൈറൽ പാനൽ ടെസ്റ്റ് നെഗറ്റീവ് ആകും, അല്ലെങ്കിൽ അമീബയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് സാർ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത്. സാർ, ഇതിൽ 2020 എയിംസ് ന്യൂഡൽഹിയിലെ മൈക്രോബയോളജി വിഭാഗം യൂറോപ്യൻ ജേണൽ ഓഫ് പ്രിസ്റ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 1% അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുകയുണ്ടായി സാർ. 2022 പ്രശസ്തമായ PGI ചണ്ഡീഗറിലെ മെഡിക്കൽ പാരസിറ്റോളജി വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രലേഖനത്തിൽ മസ്തിഷ്ക ജ്വരം സംശയിച്ച 156 പേരുടെ തലച്ചോറിലെ സ്രവ പരിശോധനയിൽ 11 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയുണ്ടായി സാർ. സാർ, ഇനി ഇത് ഞാൻ പറഞ്ഞത് മറ്റിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട്, പക്ഷേ അത് കണ്ടെത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. സാർ, ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ 7% അമീബിക് മസ്തിഷ്ക ജ്വരമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സർ, 2023 കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിനിൽ അവിടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പഠനം നടന്നു സാർ. അതിലും രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങൾ അതിന്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സർ, ഞാൻ ഈ സഭയുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്ക ജ്വരം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ മുതൽ, ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം. സർ, അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനേകം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. സർ, എൻ്റെ കയ്യിലുള്ളത് 3 രേഖകളാണ്. ഈ 3 രേഖകൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾക്കുൾപ്പെടെ അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് സർ. ഒന്ന് ഗൈഡ് ലൈനാണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനാണ് സർ. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2024 ഒരു മീറ്റിംഗ് എടുത്തിരുന്നു സർ. ആ മീറ്റിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2024 ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപീകരിച്ചത് സർ. സർ, രണ്ടാമത്തത് ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ഇൻ കേരള എന്നുള്ളതാണ്. ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ രണ്ടാമത്തെ ഭാഗം. ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർ. എന്താണെന്നറിയോ, ഇതിന് സോഴ്സ് അറിയില്ല, എന്താണെന്നറിയില്ല എന്നുള്ളത് പറയുകയുണ്ടായി സർ. സർ, ശാസ്ത്രീയമായി ആഗോളതലത്തിൽ തന്നെ
ഇതിൻ്റെ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും പരിശോധിച്ച് നമ്മുടെ മുന്നിലുള്ള അറിവുകളെ കൂടി പരിശോധിച്ച് കണ്ടെത്തലുകളെ കൂടി പരിശോധിച്ചതിന് ശേഷം സർ എക്സ്പോഷർ ആൻഡ് കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ വാട്ടർ ആക്ടിവിറ്റി, സ്വിമ്മിംഗ്, ഡൈവിംഗ്, ബെയ്തിങ്, വാട്ടർ സ്പോർട്സ്, നേസൽ ഇറിഗേഷൻ, splashing, water festival, lake, pond, reservoir, swimming pool, tap water, canal, river, stream, geothermal water, water tank, aquatic sports venue. ഇത് സർക്കാരിൻ്റെ രേഖയാണ് സർ, ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ. സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് 2024 ഇറക്കിയതാണ് സർ. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സർ, ഈ പ്രവർത്തനങ്ങളെ, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ ഏകാരോഗ്യ ആശയത്തിൻ്റെ അധിഷ്ഠിതമായി ഒരു ആക്ഷൻ പ്ലാനായി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശത്തിൻ്റെ പേര് കൂടിയാണ് സർ കേരളം. സർ, എങ്ങനെയാണ് ഏകാരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാക്കി ഈ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ ഇപ്പം നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ, ലാബ് പരിശോധന ഉണ്ടോ, തെറ്റായ പ്രചരണങ്ങൾ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പരിശോധന, ട്രീറ്റ്മെൻറ്റ്, മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈനും പ്രോട്ടോക്കോളും ഉണ്ട്. അടുത്ത പണിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടെ മീറ്റിംഗ് എടുത്തിരുന്നു സാർ, വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ, അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ, മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. സാർ, ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൽ 14 ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സർ. ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളട്ടെ സാർ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് 95 ആണല്ലോ. പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും 95 ആണ് സാർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം 132, പാലക്കാട് മാത്രമാണ് സാർ പറയുന്നത്. മറ്റു യോഗങ്ങളുടെ എണ്ണം 341, പരിശീലനങ്ങളുടെ എണ്ണം 194. മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സാർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ? സാർ, ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്, ഇതിലൊരു കാര്യവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ, ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. സാർ, ഞാൻ പറയട്ടെ സാർ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സാർ, ഇതിൽ ഞാൻ ഇപ്പോഴും പറയുന്നു സാർ, ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവരുന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു. ഒന്ന്, ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ ഇല്ല, പരിശോധനാ ഗൈഡ് ലൈൻ ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു. ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ. സാർ, ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി, ഇവിടെ പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു സാർ. സാർ സാർ പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞു സാർ, ഇതൊരു പകർച്ചവ്യാധി അല്ല സാർ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ പ്രകോപിതനാവല്ല പ്ലീസ്. നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? പക്ഷെ ഞാൻ പറയുന്നത് അവരെല്ലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലേ? അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കാം. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് പ്ലീസ്. അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത് ഷംസു, പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങളൊരു സീനിയർ അംഗമാണ്, അങ്ങനെയൊന്നും സംസാരിക്കരുത്. തന്നില്ലെങ്കിൽ അത് പറയാം. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് പ്ലീസ്. അത്തരം പ്രയോഗങ്ങൾ നടത്തരുത്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. യെസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.